സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ എം അനിൽകുമാർ, ഇവിടെ ഇനിയിപ്പോൾ നാളെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തിന് ഇതിൽ പരിമിതമായ ഇടപെടാനുള്ള അധികാരങ്ങളേ ഉള്ളൂ എന്ന്. പിന്നെ എന്ത് പ്രശ്നപരിഹാരം എന്ന പ്രതീക്ഷയോടെ വേണം നാളെ മുഖ്യമന്ത്രിയുമായി ഇവർ ചർച്ചയ്ക്ക് ഒരുങ്ങാൻ? അതെ, അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ശ്രീ ഹരീഷ് വാസുദേവൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് പ്രതികരിക്കാനുള്ളത്. കാരണം അദ്ദേഹം പറയുന്നത് ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിന് ലംഘിച്ചുകൊണ്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് എന്നാണ്. ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് അങ്ങനെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ മാസം ആദ്യം, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ജൂലൈ മാസം ആദ്യം ഗ്രീൻ ട്രൈബ്യൂണലിൽ കേസ് പരിഗണിക്കുന്നുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇന്നലെ ഹരീഷ് വാസുദേവ് പറഞ്ഞത് സർവേ നമ്പറുകളുടെ മാറ്റം തെറ്റായി കാണിച്ചുകൊണ്ടാണ് പോലീസ് പ്രൊട്ടക്ഷൻ്റെ ഉത്തരവ് വാങ്ങിയതെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു അഭിഭാഷകനായ, അതും നല്ലൊരു അഭിഭാഷകനായ ഹരീഷ് വാസുദേവന് അറിയാവുന്ന ഒരു കാര്യമാണ്, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കോടതിയുടെ ആ ഉത്തരവ് റീകോൾ ചെയ്യാൻ പെറ്റീഷൻ അവർക്ക് കൊടുക്കാമായിരുന്നു. ഹരീഷ് വാസുദേവൻ പറയുന്നത് ഞാൻ ഇന്നലെയാണ് ഈ കേസിൽ ഇടപെട്ടത്, ഞാൻ അതുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറയണം നല്ല സൂചിപ്പിച്ചത്. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ലിമിറ്റേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് വികസനവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് IOC പറയുന്ന വിശദീകരണങ്ങളുണ്ട്. ഞാനതൊന്നും ഇവിടെ ആവർത്തിക്കാൻ പോകുന്നില്ല. ബുള്ളറ്റ് ട്രക്കുകളുടെ എണ്ണം കുറയുന്നത്, അപകടങ്ങൾ കുറയുന്നത്, സേഫായ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. മാത്രമല്ല 2009 UPA സർക്കാരിൻ്റെ കാലത്ത് വന്ന ഒരു പദ്ധതി, ആ പദ്ധതി ഇപ്പോൾ പെട്ടെന്ന് നിർത്തിവെക്കണം എന്നൊരു സർക്കാരിന് പറയാൻ അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ നേരത്തെ ഹരീഷ് വാസുദേവൻ സൂചിപ്പിച്ചതുപോലെ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷയിൽ അവർക്ക് ഭയമുണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയണം, അവരുടെ ആശങ്ക അകറ്റാൻ കഴിയണം. ശരി, അനിൽ ഇപ്പോൾ പറഞ്ഞു ഈ 500ഓളം ബുള്ളറ്റ് ടാങ്കറുകൾ വരുന്നുണ്ട്, റോഡ് സുരക്ഷയെ ബാധിക്കുന്നുണ്ട്, ടാങ്കർ സുരക്ഷയെ ബാധിക്കുന്നുണ്ട്, അതൊക്കെ പരിഹരിക്കാൻ കഴിയും ഈ IOCയുടെ പ്ലാന്റിലൂടെ എന്ന്. പക്ഷേ IOCയുടെ ജയ്പൂരിലെ സംഭരണ കേന്ദ്രത്തിൽ അഗ്നിബാധയുണ്ടായിട്ടുണ്ട്. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് സമീപവാസികൾ, എന്ന് വെച്ചാൽ ജീവൻ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയൊക്കെ സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിൽ വലിയ അപായമുണ്ട്, വലിയ ആപച്ചങ്കകളുണ്ട്. 500 ബുള്ളറ്റ് ടാങ്കർ ലോറികളുടെ കാര്യം മാത്രം പറഞ്ഞല്ല ഈ കാര്യത്തിൽ ജനങ്ങളെ ബോധ്യത്തിൽ എടുക്കേണ്ടത്. വേണു, അതിൽ ഏതെങ്കിലും നിലയിൽ അവർ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഈ പറയുന്ന ടെർമിനൽ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെക്കാളെല്ലാം അത് പരിശോധിക്കാൻ പ്രാപ്തമായ നമ്മുടെ നിയമ സംവിധാനം, നമ്മുടെ ജുഡീഷ്യറി അത് പരിശോധിക്കുകയല്ലേ. അവർ പരിശോധിച്ചതിന് ശേഷം ഇത്തരം അപകടമുണ്ട് എന്ന് പറഞ്ഞ് അവരൊരു ഉത്തരവ് അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒറ്റ കാര്യം കൂടി ഞാൻ ശ്രീ രാജ്മോഹനോട് ഉത്തരവാദിത്തോടെ മറുപടി പറയേണ്ട കാര്യങ്ങളിൽ മറ്റ് ഏജൻസികളെ ജയഘോഷ്, എനിക്ക് നേരമില്ല. ജയഘോഷ്, താങ്കൾ കൈപൊക്കിയതുകൊണ്ട് ഞാൻ വേഗം വരികയാണ് താങ്കളിലേക്ക്. നമുക്ക് എല്ലാവർക്കും കൂടി പോയി നോക്കാം. ശ്രീ ജയഘോഷ്, ഇത് ഈ 500 ടാങ്കർ ലോറികൾ ഒഴിവാകുന്ന കാര്യമാണെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്, കടുത്ത നുണയാണ് IOC പരത്തുന്നത്. അവർ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നേടിയിട്ടുള്ള അനുമതിക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം അനിൽകുമാർ ദയവായിട്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ടാങ്കർ ലോറി ഫില്ല് ചെയ്യുന്ന കൊച്ചി നഗരത്തിലൂടെ അത് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് ട്രാഫിക് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് 128 ലോറികൾക്കാണ്. അതിപ്പോൾ 500 ലോറിയായിട്ട് കൊച്ചിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള അനുമതിയും അവർ നേടിയിട്ടുണ്ട്. ഈ വസ്തുത എന്തായിരിക്കെ ഇത് ലോറികൾ ഒഴിവാക്കുന്നതാണെന്ന് പറയുന്നത് കടുത്ത നുണപ്രചരണമാണെന്ന് അദ്ദേഹത്തോട് മാന്യമായിട്ട് ഞാൻ പറയട്ടെ. പിന്നെ കോടതിയിലൂടെയാണ് 30 സെക്കൻഡിലൂടെ ഞാൻ ഇടപെടുകയാണ്. ശ്രീ രാജ്മോഹൻ, നാളെ ചർച്ച എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഒരിക്കലും നാളത്തെ ചർച്ചയിൽ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് വരുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാനാവില്ല. കാരണം ഇതിനകത്ത് നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ആ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ ഒരു ഭാഗം നിൽക്കുന്നു എന്നുള്ളതാണ് ആരോപണം. മാത്രമല്ല ഇത് കോടതിയിലേക്ക് വിട്ടുകൊടുക്കുന്നു. ഇവിടെ ഈ ആളുകളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴിവൊക്കെ അനിൽകുമാറെ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് യാതൊരു വികാരവുമില്ല. കാരണം അദ്ദേഹം നിരവധി കൊലപാതകങ്ങൾ കണ്ട് രക്തം കണ്ട് അറപ്പ് തീർന്ന ഒരാളാണ്. മനുഷ്യനെ തല്ലി ചതയ്ക്കുന്നതിലൊന്നും പിണറായി വിജയന്റെ മനസ്സ് ഒരിക്കലും പിടക്കില്ല. അതൊക്കെ പിടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിന് വേണം. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.